അതിദാരിദ്ര്യമുക്ത കേരളം. ശരിക്കും കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതായോ? ഈ കോൺസെപ്റ്റ് തന്നെ ശരിക്കും തെറ്റാണെന്നാണ് ഞാൻ പറയാം. ദാരിദ്ര്യ വിമുക്ത കേരളം എന്നൊക്കെ പറയുന്ന സമയത്ത് ലഹരി വിമുക്ത കേരളം എന്നൊക്കെ പറയുന്ന സമയത്ത് ആ രണ്ട് വേർഡ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കും. ഇപ്പം നമ്മളൊരു തിയേറ്ററിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലഹരി എന്ന് പറയുന്ന സാധനത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു പരസ്യം കാണിക്കുന്നുണ്ട്. പണ്ടത്തെ തിയേറ്ററിലൊക്കെ അത് കാണുന്ന സമയത്ത് അയ്യോ ഞാൻ സിഗരറ്റ് വലിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വലിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്തുള്ള ഇപ്പോഴത്തെ തിയേറ്ററിലെ പണ്ട് കാലത്തെ തിയേറ്ററുകളിലൊക്കെ. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ വിമുക്തം ലഹരി വിമുക്തം എന്ന് പറയുന്നതിന് പകരം നമുക്ക് നല്ല അച്ചടക്കമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് അതിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റി നോക്കൂ. നല്ല സമ്പന്നതയുള്ള രാജ്യമാക്കി മാറ്റാൻ അല്ലെങ്കിൽ സമ്പന്നതയുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ എന്ന രീതിയിലേക്ക് അതിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ. കോൺസെപ്റ്റ് സെയിം ആണ്, പക്ഷെ ചിന്താഗതികളിൽ മാറ്റം വന്നു അല്ലേ? നമുക്കൊരു ലയബിലിറ്റി ഉണ്ട്. ആ ലയബിലിറ്റീനെ തീർക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ലയബിലിറ്റി കൂടും. അസറ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന സമയത്ത് അസറ്റ് കൂടുകയും ലയബിലിറ്റി ഇല്ലാതാവുകയും ചെയ്യും. ദാരിദ്ര്യത്തിനെ തീർക്കാൻ നോക്കുന്ന സമയത്ത് ദാരിദ്ര്യം കൂടും. സമ്പന്നത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ദാരിദ്ര്യം ഇല്ലാതെയും മാറും. ലഹരിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ലഹരി കൂടും. നല്ല സമൂഹത്തിന് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന സമയത്ത് നല്ല പാഷനേറ്റ് ആയിട്ടുള്ള നല്ല ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള സമൂഹത്തിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിഷനുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള സമൂഹം ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി ലഹരി ഇല്ലാതാക്കും. ഈ ഒരു പാറ്റേണിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പുതു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.